ഞാൻ അതിലൂടെ ഒരു ഫിലിം അഭിനയിച്ചിട്ടുണ്ട് മുന്നേ, നട്ടെത്തുണേന്ന്. അപ്പം അതിനകത്ത് പക്ഷേ ആദ്യം ജസ്റ്റ് കോ ആക്ടർ. അപ്പം അങ്ങനെ ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ ഈ കോൾ മീ, ഇങ്ങനെ ഒരു റോൾ ഉണ്ട്, എങ്ങനെയാണ് എന്നോട് ചെയ്താൽ നല്ലതായിരിക്കും, ബിക്കോസ് ഇങ്ങനത്തെ ഒരു റോൾ ഞാൻ മുന്നേ ചെയ്തിട്ടില്ല. ആൻഡ് സോ അങ്ങനെ ആണ് സ്റ്റോറി പറയുന്നത്. സോ സ്റ്റോറി പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിങ്ങനെ ഒരു റോൾ ചെയ്തിട്ടില്ല, അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിലിമിൽ. സോ ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. അതാണ് എനിക്ക് ശരിക്കും കുറേ ടഫ് സീൻസ് ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ കുറേ ചാലഞ്ചിങ് ആയിട്ടുള്ള സീൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആൻഡ് കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. സോ അങ്ങനെ കുറേ നോക്കുവാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടിലുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സ്പെഷ്യൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല, എല്ലാവരും ഭയങ്കര യൂണിറ്റിയോടെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഫിലിമായിരുന്നു. സോ അത് കാരണം ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. സർ പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ക്രിയേറ്റീവായിട്ടൊന്ന് ചെയ്യാൻ നോക്കുന്നു. സോ അങ്ങനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ, ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫിലിം. ആൻഡ് ഇതിൻ്റെ സ്കെഡ്യൂൾസ് ആണെങ്കിൽ കുറേ സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന സമയമൊക്കെ നോക്കി വളരെ റിലാക്സ്ഡ് ആയി ഷൂട്ട് ചെയ്തൊരു ഫിലിമായിരുന്നു. ആൻഡ് ഇവർ ടീമാണെങ്കിലും ഇവർ തന്നെയാണ് എല്ലാവരും ഇതിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ടെക്നിക്കൽ പാർട്ടാണെങ്കിലും എല്ലാം ഇവരുടെ ടീം തന്നെയാണ് ഫുൾ മാനേജ് ചെയ്തത്. ബട്ട് ആ ഒരു സ്ട്രെസ് ഒന്നും നമ്മുടെ ആക്ടേഴ്സിലോട്ട് വന്നിട്ടില്ല. അത് ഒരു രീതിയിലും അത് സെറ്റിൽ വരുമ്പോൾ നമുക്ക് അവരുടെ ഫേസിലൊന്നും ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ പ്രഷറോ അത് കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര റിലാക്സ്ഡ് ആയി ഭയങ്കര കംഫർട്ടബിളായി വർക്ക് ചെയ്തൊരു ഫിലിമായിരുന്നു. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ആൻഡ് എനിക്ക് എൻ്റെ ഈ ജേർണിയിൽ ഭയങ്കര വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റി. സോ യെസ്, അതെ അതെ. അതാണ് ആക്ച്വലി ഇതിപ്പോൾ ഇത് സെക്കൻഡ് ഫിലിം. സോ ഒരു 5 years മുന്നേ ആയിരുന്നു ഫസ്റ്റ് ഫിലിം. സോ അങ്ങനെ നോക്കുമ്പോൾ ഐ കുഡ് സി എ ഗ്രോത്ത് പ്രൊഫഷണലി. ഭയങ്കര ലോട്ട് ഓഫ് ഇവല്യൂഷൻ, കുറേ ഭയങ്കര കോൺഫിഡൻസും പിന്നെ ഭയങ്കര ഡയറക്ടർ അല്ലാതെ തന്നെ നമ്മുടെ ടീം മാനേജ് ചെയ്തത് കുറേ ആക്ടേഴ്സ്. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മോർ ദാൻ 500-600 ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സെറ്റിൽ. അത്രയും വലിയ സെറ്റും അത്രയും ആക്ടേഴ്സ് ഒക്കെ ഉള്ള ദിവസങ്ങളുണ്ടായിരുന്നു. ബട്ട് the way he was handling the crowd and the way he was handling all the actors, അത്രയും senior ആയിട്ടുള്ള actors at this young age. So അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി എനിക്ക്. handling everything. So that was very inspiring. Adi sir.